നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിജോസ് ടൈനി പ്ലാനറ്റിലെ 360 വീഡിയോസാണ്. മൊബൈൽ വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലൊന്ന് ചെറുതായിട്ട് അനക്കി നോക്കുക. നിങ്ങൾ ഡെസ്ക്ടോപ്പിലാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മൗസ് യൂസ് ചെയ്ത് ചുറ്റും കാണാൻ സാധിക്കും. നിങ്ങൾ ടി വി ആണെങ്കിൽ റിമോട്ടിലെ ആരോ കീസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ സാധിക്കും. വാച്ച് ചെയ്യുമ്പോൾ ഫുൾ റെസൊല്യൂഷനിൽ വാച്ച് ചെയ്യുക, നല്ല എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി. നമ്മളിന്ന് സിൻസിനാറ്റിയിൽ ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ് പോകാൻ പോണേ, അമേരിക്കൻ സൈൻ മ്യൂസിയം. നമുക്ക് സൈൻ ബോർഡ്സ് അറിയാമല്ലോ. ഈ സൈൻ ബോർഡ്സുകളിൻ്റെ ചരിത്രം കാണിക്കുന്ന ഒരു മ്യൂസിയം. അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് 1900 തുടങ്ങിയ വർഷം തൊട്ടുള്ള കളക്ഷൻസ്, സൈൻ ബോർഡ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈൻ ബോർഡ്സിൻ്റെ കളക്ഷൻ കാണിക്കുന്ന ഒരു മ്യൂസിയം. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1999 അപ്പോൾ ആദ്യം അകത്തേക്ക് ഞങ്ങൾ കയറുന്ന വഴിയിൽ തന്നെ നല്ല രസകരമായ സൈൻ ബോർഡ്സ് ഉണ്ട്. അകത്ത് കയറി ഒരു സൈഡിൽ 3D ലെറ്റേഴ്സിൻ്റെ സൈൻ ബോർഡ്സും, ഒരു സൈഡിൽ പണ്ടത്തെ വുഡൻ സൈൻ ബോർഡ്സ്, അതിൽ പെയിൻറ്റ് ചെയ്ത് കാണിക്കുന്ന സൈൻ ബോർഡ്സാണ്. ഈ സൈൻ ബോർഡ്സിൽ തന്നെ പല രീതിയിലുള്ള സൈൻ ബോർഡ്സ് ഉണ്ട്. പല ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് പല സ്ഥാപനങ്ങളിലെ സൈൻ ബോർഡ്സ് അതിൽ കാണിക്കുന്നുണ്ട്. ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയകാലം നന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ സൈൻ ബോർഡ്സിൽ. അന്നത്തെ രീതിയിലുള്ള സൈൻ ബോർഡ്സ് കാണുമ്പോൾ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ നമുക്ക് ഫിലിം പോസ്റ്റേഴ്സിലൊക്കെ യൂസ് ചെയ്തിരുന്ന റൈറ്റപ്പും സൈൻ ബോർഡ്സ് സ്റ്റൈലും ഇതൊക്കെ കാണാൻ സാധിച്ചു. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ടൂൾസ്, പെൻസ്, ബ്രഷസ് അതൊക്കെ അവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു കോർണറിൽ അങ്ങനെ ചെയ്തേക്കണം. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കണ്ട് മുന്നോട്ട് അങ്ങനെ നീങ്ങി. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് കിടക്കുകയാണ്. നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് ബൾബുകൾ യൂസ് ചെയ്തിട്ടും നിയോൺ ട്യൂബ്സ്, നമ്മുടെ ട്യൂബ് ലൈറ്റിൽ നിയോൺ ട്യൂബ് ലൈറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള സൈൻ ബോർഡ്സാണ് നമുക്കിനി കാണാൻ സാധിക്കുന്നത്. അടിപൊളിയാണ്, ഭയങ്കര നമ്മൾ വേറൊരു ലോകത്ത് എത്തിയ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ. അത് പഴയ കമ്പനികളെ, നമ്മൾ ഗുഡിയർ, പുതിയ കമ്പനീസ്, എപ്പോഴും എക്സിസ്റ്റിംഗ് കമ്പനീസിൻ്റെയൊക്കെ ഉണ്ട് അവിടെ. പഴയ സംഭവങ്ങളാണ്, അത് അവർ നന്നായിട്ട് അവിടെ പ്രിസർവ് ചെയ്ത് നല്ല രീതിയിലാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു സെഗ്മെൻറ്റിൽ കഴിഞ്ഞ് അടുത്ത സെഗ്മെൻറ്റിലേക്ക് വന്നു. അതിന് നടുക്ക് ഒരു റൊട്ടേറ്റിംഗ് സൈൻ ബോർഡ് കാണാം. ചുറ്റും നമുക്ക് പല പല കണ്ടുപരിചയമുള്ള ഗൾഫ്, ഷെല്ല്, ഗ്രേ ഹൗണ്ട്, ബസ് ഡെപ്പോ, ബാർബർ ഷോപ്പ്, ബോട്ടിൽസ്, അങ്ങനെ പല പല നല്ല രസകരമായി നമ്മൾ നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന പലതുണ്ട്. അതിൽ നമ്മുടെ മാക്ഡൊണാൾഡ്സിൻ്റെ അപ്പൂപ്പൻ്റെ ഫോട്ടോ, അങ്ങനെ പല പല അടിപൊളി സൈൻ ബോർഡ്സ് നമ്മൾ അവിടെ കണ്ടു. അവിടെ നിന്ന് ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് അടുത്ത സെഗ്മെൻറ്റിലേക്ക് കടന്നു. പോകുന്ന വഴിയിൽ തന്നെ ഒരു മെഡിക്കൽ ഷോപ്പ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു സെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ യൂസ് ചെയ്യുന്ന സൈൻ ബോർഡ്സൊക്കെ നല്ല ഭംഗിയുണ്ട്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോയത് ഒരു പെട്രോൾ സ്റ്റേഷൻ, അതായത് ഗ്യാസ് സ്റ്റേഷൻ്റെ ഒരു സെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പിന്നെ കുറേ കടകളും അതിൻ്റെ ഫ്രണ്ടിലുള്ള സൈൻ ബോർഡ്സ്, മക്ഡൊണാൾഡ്സിൻ്റെ പണ്ടത്തെ, അതൊക്കെ അവർ പ്രിസർവ് ചെയ്ത് വെച്ച് നല്ല രസമായിട്ട് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഭയങ്കര സൈസിൽ തന്നെയാണ്, ആ ആക്ച്വൽ സൈസ് സാധനം തന്നെയാണ് അവിടെ അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരൊരു സ്ട്രീറ്റ് ക്രിയേറ്റ് ചെയ്തേക്കാണ് ഇവിടെയാണ്. ഓരോ ഷോപ്പും ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള സ്ട്രീറ്റ്. ക്ലോക്കിൻ്റെ കട, തുണിക്കട, അങ്ങനെ പല പല ഷോപ്സിൻ്റെ സൈൻ ബോർഡ്സാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. റെസ്റ്റോറൻറ്റ്സ്, ഐസ്ക്രീം ഷോപ്സ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക്, അമേരിക്കൻസിന് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന കുറേ ഷോപ്സുകളുണ്ട്. ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന കുറേ ഷോപ്സ് ഉണ്ട്. അവരെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതിയും അടിപൊളിയാണ്. ആ സ്ട്രീറ്റ് ശരിക്കും അവർ ഉണ്ടാക്കിയേക്കാണ്. അങ്ങനത്തെ നമുക്ക് നന്നായിട്ട്
എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ തന്നെ അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. ആർമി നേവി സ്റ്റോറ്, ഷൂവിൻ്റെ ഷോപ്പ്, ബേക്കറി ഐറ്റംസ് ഷോപ്പ്, എല്ലാത്തിൻ്റെയും സൈൻ ബോർഡ്സും അത് നല്ല രസമാണ്. കുറേ ഫാൻസും കറങ്ങുന്ന സ്റ്റാച്യൂസും ജ്വല്ലറി ഷോപ്സും ബാങ്കിൻ്റെയൊക്കെ നെയിം ബോർഡ്സിന് കറങ്ങുന്നത് കാണാൻ നല്ല രസമായിട്ട്. ക്യാമറ ഷോപ്സ്, ടയറിൻ്റെ ഷോപ്പ്. പിന്നെ ഒരു സെക്ഷനിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ അവിടെ ബിയർ പാർലേഴ്സിൻ്റെയൊക്കെ നെയിം ബോർഡ്സും വണ്ടിയുടെയൊക്കെ നെയിം ബോർഡ്സ്, ജി ഫോർഡ്, പിന്നെ മീറ്റ് മാർക്കറ്റിൻ്റെയൊക്കെ നെയിം ബോർഡ്. പിന്നെ മോട്ടൽസ്, സിനിമ തിയേറ്റർ, ഷൂസ്, ടയറിൻ്റെ സർവീസ് സെൻ്ററിൻ്റെ, ഫയർ സ്റ്റോറിൻ്റെയൊക്കെ പണ്ടത്തെ, പിന്നെ ബാറ്. ശേഷം നമ്മൾ സിനിമ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി. സിനിമ തിയേറ്ററിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഹാളുണ്ട്, തിയേറ്റർ ഹാളുണ്ട്. ആ ഹാളിൻ്റെ ഉള്ളിൽ നല്ല രസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു നിയോൺ ട്യൂബ്സൊക്കെ എങ്ങനെ ഉണ്ടാക്കണേ അതിൻ്റെയൊക്കെ ഒരു വീഡിയോസാണ്. അതായത് ഞാൻ നെയിം ബോർഡ്സ് ഉണ്ടാക്കിയത് എൻ്റെ ഡിസ്ക്രിപ്ഷൻ തരുന്ന വീഡിയോസ്. ആക്ച്വലി ഇവിടെ സാറ്റർഡേയ്സ് 2 hours നമുക്ക് നിയോൺ ബൾബ്സ് എങ്ങനെ ഉണ്ടാക്കാം പറഞ്ഞു തരുന്ന കുറച്ച് സെഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലൈവ് സെഷൻസ് കാണാൻ സാധിക്കും. ഒരാൾ നമ്മുടെ മുന്നിൽ ഉണ്ടാക്കി തരുന്ന സെഷൻസ് ഉണ്ട് അവിടെ. അത് സാറ്റർഡേയ്സ് ആണുള്ളത്. ഞങ്ങൾ പോയത് സൺഡേ ആണ്, അപ്പോൾ ഞങ്ങൾക്കത് മിസ്സായി. അത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. നമ്മുടെ ഫയർ സ്റ്റോണിൻ്റെ ഒരു ടയർ സർവീസ് സെൻറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പതുക്കെ അങ്ങനെ നീങ്ങി. അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഫേ ആയിരുന്നു, കോഫി കഫേ. അവിടെ ചെയർസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ ഫേമസ് ബ്രാൻഡ്സിൻ്റെയൊക്കെ ഈ കോഫി കഫേയുടെയൊക്കെ സൈൻ ബോർഡ്സൊക്കെയാണ് അവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ കുറേ നെയിം ബോർഡ്സ് ഞങ്ങൾക്ക് മിസ്സായി. ഇഷ്ടംപോലെ അവർ അവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാളുണ്ട്, സെമിനാർ ഹാൾ പോലത്തെ ഒരു ഹാള്. നല്ല ശരിക്കും തന്നെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ വരുന്ന പോലെ ചുമര് പെയിൻറ്റ് ചെയ്തേക്കുന്നതും. എൻ്റെ ഒരു വാളിൽ കുറേ നിയോൺ ലൈറ്റ്സ് യൂസ് ചെയ്തിട്ട് ഉള്ള സൈൻ ബോർഡ്സ് വെച്ചിട്ടുണ്ട്. ഷെവർലെയുടെയൊക്കെ, ജി, അങ്ങനെ പല ബ്രാൻഡ്സിൻ്റെയൊക്കെ നെയിം ബോർഡ്സ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിങ്സൊക്കെ അവർ നല്ല സൈൻ ബോർഡ്സിൻ്റെ പെയിൻറ്റിങ്സും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു ഫീലാണ് ശരിക്കും അവിടെ നമുക്ക് തരുന്നത്. അങ്ങനെ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ സാധിച്ചു. ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കാണാൻ സാധിച്ചു. ശരിക്കും വേറെ ലോകത്തേക്ക് കൊണ്ടുപോവാണ് ഇവർ. ഞങ്ങൾ നല്ല ലൈറ്റ്, ശരിക്കും പിന്നെ കുറച്ച് റീൽസൊക്കെ ഞങ്ങളവിടെ ഷൂട്ട് ചെയ്തു. ആൾക്കാരും കുറവായിരുന്നു. ഓരോ പ്രാവശ്യം സെയിം സ്ഥലത്ത് തന്നെ പോകുമ്പോൾ നമ്മൾ കുറേ മിസ്സായ നമുക്ക് സൈൻ ബോർഡ്സൊക്കെ കാണാൻ സാധിച്ചു. അങ്ങനെ ഒരു 45 മിനിറ്റ്സോളം ഞങ്ങളവിടെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങി അവിടെ ഒരു സോനിയർ ഷോപ്പ് ഉണ്ടായിരുന്നു. സോനിയർ ഷോപ്പിൽ കയറി എന്തെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അവിടെ നിന്ന് ഞങ്ങൾക്കൊരു കലൈഡോസ്കോപ്പ് കിട്ടി. നല്ല അടിപൊളി സംഭവമായിരുന്നു.
അങ്ങനെ അത് കണ്ടു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതാണ് അമേരിക്കൻ സൈൻ മ്യൂസിയം, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1999 സിൻസിനാറ്റിയിൽ, ഒഹായോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.